എല്ലാവർക്കും കോഡ് ടു കരിയർ ചലഞ്ചിന്റെ ഫൈനൽ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഈ ഫൈനൽ എപ്പിസോഡിൽ നമ്മൾ ഇന്നൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ 5 എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാമിന്റെ ബേസിക് കോൺസെപ്റ്റ്സും പല പ്രോബ്ലംസും ഫേസ് ചെയ്തതിന് ഓരോ പുതിയ കോൺസെപ്റ്റ് പഠിച്ചാണ് നമ്മൾ ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തത്. ഇന്ന് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു ലോഗിൻ സിസ്റ്റം ആണ്. നമ്മൾ ഈ ഔട്ട്പുട്ട് ഒക്കെ കാണാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിന്റെ കുറച്ച് ബേസിക്സും ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ വെബ്സൈറ്റിൽ എങ്ങനെ പൈത്തണുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊജക്ട് ബിൽഡ് ചെയ്യണം എങ്ങനെയാണെന്ന് മനസ്സിലാവും. പിന്നെ ഈ ഒരു സീരീസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേറെ ലെവലാക്കാമെന്നും കുറച്ച് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ പ്രൊജക്ട് ബിൽഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെയാണ് ലാസ്റ്റ് എപ്പിസോഡിൽ അവസാനിപ്പിച്ചത്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ആണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോഡ് കിട്ടും. ഇത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിങ്ങനെ ഡൗൺലോഡ് ആവുന്നത് കാണാം. index.html എന്ന് പറഞ്ഞൊരു ഫയലാണ്. നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി പറഞ്ഞ കാണാം. പ്രോട്ടോടൈപ്പ് ചാലഞ്ച് കോഡ് ടു കരിയർ, പിന്നെ ഒരു സ്റ്റുഡന്റ് ലോഗിനും കാര്യങ്ങളും. ഇവിടെ എന്ത് ചെയ്താലും ഇത് ഇപ്പോൾ വർക്ക് ചെയ്യത്തില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ താഴെ ഒരു ഡെമോ ലോഗിൻ എന്ന് പറഞ്ഞ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ഇപ്പൊ നോക്കണ്ട, ഞാൻ എന്താണ് എന്ന് കൃത്യം പറഞ്ഞുതരാം. ഇതിപ്പോ ഒരു വെബ്സൈറ്റ് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ടെംപ്ലേറ്റിന്റെ കോഡാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നിട്ടുള്ളത്. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇത് എങ്ങനെ ഈ കോഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നും ബേസിക്കലി ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ പൈത്തൺ യൂസ് ചെയ്ത് ഇതിനെ ഇന്ററാക്റ്റീവ് ആക്കുകയാണ്. നേരത്തെ നമ്മൾ ടെർമിനൽ വഴിയാണ് യൂസർ നെയിമും പാസ്വേഡ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് യൂസർ നെയിമും പാസ്വേഡും എടുക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇത് വാലിഡേറ്റ് ചെയ്ത് കറക്റ്റ് ആണോ തെറ്റാണോ എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇവിടെ മെസ്സേജും കാണിക്കാൻ പോവുകയാണ്. യൂഷ്വലി ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ആണ് യൂസ് ചെയ്യുന്നത്. HTML എന്താണെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റിന് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നതാണ്. വീടിന് നമ്മൾ കല്ല് കെട്ടി വീട് വെക്കുന്നത് പോലെ വെബ്സൈറ്റിന് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നതാണ് HTML. CSS എന്താണ് ചെയ്യണേന്ന് വെച്ചാൽ വെബ്സൈറ്റിന് സ്റ്റൈലിംഗ് കൊടുക്കുന്നതാണ്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ വേണം, ഇങ്ങനെ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു കർവ് വേണം, ഈ ബട്ടണിന് ബ്ലൂ കളർ വേണം, ഈ ഫോണ്ട് വേണം. ഇതെല്ലാം ഡിസൈഡ് ചെയ്യണത് CSS ആണ്. ഇതിന് പുറത്ത് ജാവാസ്ക്രിപ്റ്റ് ഫയലുണ്ട്. ജാവാസ്ക്രിപ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഓരോ ഫംഗ്ഷനാലിറ്റി കൊടുക്കുന്നതാണ്. ഇപ്പോൾ യൂസർ നെയിം ടൈപ്പ് ചെയ്തു, പാസ്വേഡ് എൻ്റർ ചെയ്തു, ലോഗിൻ ക്ലിക്ക് ചെയ്തു, പാസ്വേഡ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ ജാവാസ്ക്രിപ്റ്റ് ആണ്. പക്ഷേ ഇന്ന് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. പൈസ്ക്രിപ്റ്റ് എന്നുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ വെബ്സൈറ്റിൽ പൈത്തൺ ആണ് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ആൾറെഡി ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ വിൻഡോസ് ആയാലും മാക് ആയാലും ഡൗൺലോഡ്സിലായിരിക്കും ഈ ഫയൽ വന്ന് ഡൗൺലോഡ് ആയി കിടക്കാം. ഇനി ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോൾഡറിന് ജസ്റ്റ് വേണമെങ്കിൽ പൈത്തൺ ലോഗിൻ എന്ന് വേണമെങ്കിൽ കൊടുത്തോ. ആ ഫോൾഡറിന്റെ അകത്ത് ഈ പൈത്തൺ ഫയൽ എടുത്തിടാം. ഓക്കെ, ഇപ്പൊ പൈത്തൺ ലോഗിന്റെ അകത്ത് index.html എന്ന് പറഞ്ഞ ഒരു ഫയലുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ വേറൊരു ലിങ്ക് കൊടുക്കണുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ vscode.dev എന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എഡിറ്റർ ആണ്. കുറച്ചും കൂടെ ഭംഗിയായിട്ട് HTML ഫയലൊക്കെ കണ്ട് എഡിറ്റ് ചെയ്യാം. നമ്മുടെ ഈ കോഡ് ടു കരിയർ ചലഞ്ചിന് വേണ്ടി നമ്മളൊരു എഡിറ്റർ ക്രിയേറ്റ് ചെയ്തില്ലേ, അല്ലെങ്കിൽ കമ്പൈലർ ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ ഒരു എഡിറ്റർ ആണ്. യൂഷ്വലി 2-3 സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്താലേ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് പകരം നമുക്ക് ഈ ഓൺലൈൻ വെർഷൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണും. ഇങ്ങനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിനുശേഷം ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അപ്പൊ തന്നെ നമ്മളൊരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. നമ്മളെ ഫോൾഡർ ഉള്ളത് ഡൗൺലോഡ്സിന്റെ അകത്താണ്. ഡൗൺലോഡ്സിൽ പൈത്തൺ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക, സെലക്ട് കൊടുക്കുക, അലോയും കൊടുക്കുക. ഇത് അലോ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഡു യു ട്രസ്റ്റ് ദ ഓതർ ഓഫ് ദ ഫയൽ ഇൻ ദ ഫോൾഡർ എന്ന് ചോദിക്കുന്നു. യെസ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഫയൽ കാണാൻ പറ്റുന്നു. ക്ലിക്ക് ചെയ്യുന്നു. ഈ കാണുന്നതാണ് HTML ഫയൽ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേരിലും index.html എന്ന് കണ്ടത്. നമ്മൾ കണ്ടായിരുന്നല്ലോ പൈത്തണിൽ ഇപ്പം script.py ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ പൈത്തൺ ഫയൽ സേവ് ചെയ്യുന്നത്. ഇനി HTML ഫയലിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ ഒന്ന് ബേസിക്കലി പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ഒരു കോഡ് എഡിറ്ററിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോ HTML എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 ഏരിയയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പം HTML എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യണം എങ്ങനെയാണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്തെങ്കിലും ഡൗട്ട് വന്നാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം വെബ്സൈറ്റിന് ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്. ഇപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് എടുത്തെന്ന് വെച്ചോ, ഈ ഒരു വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിന് ഈ കാണുന്ന ഏരിയയാണ് ഇതിന്റെ ബോഡി. ഓക്കെ, ഈ മുകളിൽ കാണുന്ന ഏരിയ ആണ് ഇതിന്റെ ഹെഡ്.
അപ്പോൾ കോട്ട് കരിയർ ചലഞ്ച് എന്ന് കാണിക്കുന്നത് ഇതിന്റെ ഹെഡ് ആണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന എന്തും അതിന്റെ ബോഡിയാണ്. അപ്പൊ ഈ കോഡ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഈ ഹെഡ് എന്നുള്ള ഒരു ഏരിയ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ബേസിക്കലി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, ഞാൻ പറയണത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ടൈറ്റിൽ എന്ന് കാണാൻ പറ്റും. ടൈറ്റിൽ കോട്ട് കരിയർ പൈത്തൺ ലോഗിൻ എന്ന് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇത് ടൈറ്റിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച സെയിം ഫയലാണ്, ഡൗൺലോഡ്സിലുള്ള ഫയലാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഓപ്പൺ ആയതാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ ടോപ്പിൽ നോക്കിയാൽ കോട്ട് കരിയർ പൈത്തൺ ലോഗിൻ എന്ന് കാണാം. ഇതാണ് ബേസിക്കലി ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, പൈത്തൺ ബ്രൗസറിൽ റൺ ചെയ്യാൻ വേണ്ടി പൈസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ പൈസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാനുള്ള കോഡാണിത്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഈ സ്റ്റൈലിന്റെ അകത്തുള്ളതെല്ലാം വെബ്സൈറ്റിന് ഡിസൈൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഈ സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുള്ള കോഡാണ്. അതും നിങ്ങളിപ്പോൾ നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഈ സ്റ്റൈലിങ്ങും ഇതൊക്കെ എങ്ങനെ പെർഫെക്റ്റ്ലി ചെയ്യാമെന്ന് നമ്മൾ ആൾറെഡി ഒരു ട്യൂട്ടോറിയൽ സീരീസ് ചെയ്തിട്ടുണ്ട്, വെബ് ഡിസൈനിങ് ചലഞ്ച്. ഇപ്പം നിങ്ങൾക്ക് വെബ് ഡിസൈനിങ്ങും കാര്യങ്ങളും പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, സ്റ്റൈൽ എന്നുള്ളത് വെബ്സൈറ്റിന്റെ ഡിസൈന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്റ്റൈലും ഞാൻ ആൾറെഡി അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി താഴെ ഉള്ളതാണ് ബോഡി. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ഇത്രയും കോഡാണ്, അതായത് ബോഡിക്കകത്ത് കാണുന്ന ഇത്രയും കോഡാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, പി എന്ന് കാണാൻ പറ്റും. അത് ഉദ്ദേശിക്കുന്നത് പാരഗ്രാഫ് എന്നാണ്. ഇപ്പം പ്രോട്ടോടൈപ്പ് ചലഞ്ച് എന്ന് ഇവിടെ കാണിക്കുന്നത് പാരഗ്രാഫ് എന്നുള്ള രീതിയിലാണ്. 2 വേർഡ്സേ ഉണ്ടെന്നുണ്ടെങ്കിലും പാരഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ചെറിയ സൈസ് മതിയല്ലോ. അടുത്ത് H2 ആണ്, അതിന്റെ അർത്ഥം ഹെഡിങ് 2 എന്നാണ്. ഇപ്പൊ H1 to H5 വരെ ഉണ്ട്. H1, H2, H3. H1 ആണ് ഏറ്റവും വലുത്. H5 വരുമ്പോൾ ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പൊ H2 ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കോട്ട് കരിയർ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഉണ്ട്, നമ്മളെ പ്രോട്ടോടൈപ്പിന്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ H1 സ്റ്റുഡന്റ് ലോഗിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, സ്റ്റുഡന്റ് ലോഗിൻ എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്. എൻ്റർ യുവർ യൂസർ നെയിം എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. ഇൻപുട്ട് യൂസർ നെയിം ആണ്, ID, ടൈപ്പ് ടെസ്റ്റ് ആണ്. ഇത് ഓർത്ത് വയ്ക്കുക. ഇൻപുട്ടിൽ യൂസർ നെയിം ID ആണ്, ടൈപ്പ് ടെസ്റ്റ് ആണ്, പ്ലേസ് ഹോൾഡർ എൻ്റർ യൂസർ നെയിം ആണ്. പ്ലേസ് ഹോൾഡർ എന്ന് ഉദ്ദേശിച്ച ഇതാണ്, കണ്ടില്ലേ, എൻ്റർ യൂസർ നെയിം. നമ്മൾ ടെർമിനലിൽ നിന്ന് യൂഷ്വലി ഇൻപുട്ട് എടുക്കുന്നതിന് പകരം HTML വഴി ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന്റെ ID ആണ് യൂസർ നെയിം. അതുപോലെ തന്നെ പാസ്വേഡ് എടുക്കുമ്പോഴും ID പാസ്വേഡ് ആണ്, ടൈപ്പ് പാസ്വേഡ് ആണ്. കാരണം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യണത് പുറത്ത് കാണാതിരിക്കാനാണ് നമ്മളിവിടെ ടൈപ്പ് പാസ്വേഡ് കൊടുക്കുന്നത്. പ്ലേസ് ഹോൾഡർ എൻ്റർ പാസ്വേഡ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഡേറ്റ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ പാസ്വേഡ് കാണിക്കും. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ബട്ടണിൽ PY ഓൺ ക്ലിക്ക് ലോഗിൻ എന്നും കാണാം. ഇവിടെ ഒരു ലോഗിൻ എഴുതിയിട്ടുള്ള ബട്ടൺ കാണാം. ഇപ്പൊ ഇവിടെ ലോഗിൻ മാറ്റിയിട്ട് സൈൻ ഇൻ എന്ന് നമ്മളാക്കിയെന്ന് വെച്ചോ, സൈൻ ഇൻ ഒന്ന് Ctrl+S അടിച്ചാൽ ഇത് സേവ് ആവും. ജസ്റ്റ് കോട്ട് കരിയർ ഈ ഒരു പേജിൽ വന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്താൽ ഇവിടെ അപ്ഡേറ്റ് ആവണത് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, സൈൻ ഇൻ എന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ലോഗിൻ തന്നെ ആക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നു. ഇവിടെ ഒന്ന് നമ്മളൊന്ന് റീലോഡ് ചെയ്ത് നോക്കിയാൽ സെറ്റാണ്. ഇനി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഈ പി ടാഗ് ആണ്. ഈ പി ടാഗിന് ഒരു ID കൊടുത്തിട്ടുണ്ട്, മെസ്സേജ്. ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. ഇവിടെയാണ് നമുക്ക് ഇനി എന്തെങ്കിലും എറർ മെസ്സേജ്, യൂസർ നെയിം നോട്ട് ഫൗണ്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും എറർ മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കാണിക്കാൻ പറ്റണം. ഒന്ന് റീലോഡ് ചെയ്ത് നോക്കിയാൽ കണ്ടില്ലേ, യൂസർ നെയിം നോട്ട് ഫൗണ്ട് എന്ന് അവിടെ വരുന്നുണ്ട്. ഇനി അവിടെ സക്സസ് മെസ്സേജ് ആണെങ്കിൽ സക്സസ് മെസ്സേജ് കൊടുക്കാം. അപ്പം ഞാൻ എന്തായാലും ഒരു മെസ്സേജും കൊടുക്കുന്നില്ല, ഈ ഒരു കാര്യം ചെയ്തു. ഇനി നമ്മൾ ഇനി ഒരുമിച്ച് കോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഏരിയയിലാണ്, സ്ക്രിപ്റ്റ് എന്നുള്ള ഏരിയയിൽ. ഇത്രയും ഭാഗം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതിലും വേറൊന്നും മനസ്സിലായില്ലെന്നുണ്ടെങ്കിലും ഈ ഇൻപുട്ട് 2 അതുപോലെ തന്നെ ബട്ടന്റെ കാര്യവും ഞാൻ പറഞ്ഞതും ഈ മെസ്സേജിന്റെ കാര്യവും പറഞ്ഞതും മനസ്സിലായെന്നുണ്ടെങ്കിൽ അത് മാത്രം മനസ്സിലായാലും പ്രശ്നമില്ല. ഈ ഒരു കാര്യം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ക്ലിയർ ആയിട്ട് ഇനി ഒന്നും കൂടെ കാണുമ്പോൾ അത് ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് പൈത്തൺ സ്ക്രിപ്റ്റ് ചെയ്താൽ, അതുകൊണ്ടാണ് ടൈപ്പ് PY എന്ന് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഇത് പൈത്തണിൽ എഴുതിയിട്ടുള്ള കോഡാണ്. ഫ്രം പൈസ്ക്രിപ്റ്റ്, നമ്മൾ ആൾറെഡി പൈസ്ക്രിപ്റ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, അതിനുവേണ്ടിയാണ് ഈ കോഡ് ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു. ആ പൈസ്ക്രിപ്റ്റിൽ നിന്ന് നമ്മൾ ഡോക്യുമെന്റ് ഇമ്പോർട്ട് ചെയ്യണതായിട്ട് കാണാം. അതായത് ഡോക്യുമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഡോക്യുമെന്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്യാറ്, ഈ ഒരു ഫുൾ വെബ്സൈറ്റിന്. അല്ലെന്നുണ്ടെങ്കിൽ ബോഡിയിൽ കാണുന്ന എല്ലാം ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ഡോക്യുമെന്റ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണുണ്ട്. ഇനി ഇതിന്റെ താഴെ പൈത്തൺ ഈസ് റിട്ടൺ ഹിയർ, സോ പേജ് വർക്ക് വെൻ ഓപ്പൺ ഡയറക്ട്ലി. ഇതിന്റെ താഴെ നമുക്ക് എന്ത് പൈത്തൺ സ്ക്രിപ്റ്റ് വേണമെങ്കിലും എഴുതാം. അപ്പൊ നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് യൂസർ എൻ്റർ ചെയ്യുന്ന
യൂസർ നെയിമും പാസ്വേഡും നമുക്കിവിടെ ഒരു വേരിയബിൾ എടുത്തു വെക്കാം അല്ലേ. അപ്പൊ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നോർമലി നമ്മളൊരു പൈത്തൺ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ഫുൾ ലൈൻ ഓഫ് കോഡ് റൺ ചെയ്യണത് പോലെ നമുക്കിവിടെ ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം വേണം യൂസർ നെയിമിന്റെ അകത്തുള്ള ഡേറ്റയും പാസ്വേഡിന്റെ അകത്തുള്ള ഡേറ്റയും കോഡിലോട്ട് വരാൻ. അപ്പൊ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ വിളിച്ചാലോ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ആൾറെഡി പഠിച്ചു റീയൂസബിൾ ആയിട്ടുള്ള കോഡ് ഒരിടത്ത് എഴുതി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം വിളിക്കാമെന്ന്. അപ്പൊ ആവശ്യം പറഞ്ഞ എപ്പോഴാ? ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാ. അപ്പൊ ലോഗിൻ ബട്ടന്റെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈത്തൺ ക്ലിക്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, PY ക്ലിക്ക്. ഇത് ആൾറെഡി എഴുതിയിട്ടുണ്ട്, ലോഗിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിന് ലോഗിൻ എന്ന് പേര് കൊടുക്കുക. അത് നമുക്ക് ആദ്യം ചെയ്യാം. ഇവിടെ ഒരു ലോഗിൻ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ലോഗിൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് യൂസർ നെയിമിന്റെ ഇൻപുട്ട് എടുക്കണം. അതിനുവേണ്ടി യൂസർ നെയിം ഇൻപുട്ട് അസൈൻ, നമുക്ക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സംഭവം ഉണ്ട്, വേരിയബിൾ ഉണ്ട്. ആ വേരിയബിൾ അതേപോലെ യൂസ് ചെയ്യുക. ഡോക്യുമെന്റ് ഡോട്ട് ക്യൂറി സെലക്ടർ, അത് ഒരു ഫംഗ്ഷൻ ആണ്. അതിന്റെ അകത്ത് ഹാഷ് ടാഗ് ഇട്ടിട്ട് നമ്മൾ യൂസർ നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ എന്താ ഇവിടെ നടക്കണേന്ന് വെച്ചാൽ, ഈ ഡോക്യുമെന്റ് പൈസ്ക്രിപ്റ്റ് തരണതാണ്. ക്യൂറി സെലക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ക്യൂറി സെലക്ടറിന്റെ അകത്ത് എന്തിങ്ങനെ കൊടുത്താലും അത് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോ ഇൻപുട്ടിന്റെ ID ആണ് യൂസർ നെയിം. ഓക്കെ, അപ്പോ IDനെ ഉദ്ദേശിക്കുന്നതാണ് ഈ ഹാഷ് ടാഗ്. അതിനുശേഷം യൂസർ നെയിം കൊടുത്തു. അപ്പൊ എങ്ങനെയായിരിക്കും പാസ്വേഡിന്റെ എടുക്കുക? ഒന്ന് നോക്കിയേ. പാസ്വേഡ് ഇൻപുട്ട് ഈക്വൽസ് അസൈൻ ഡോക്യുമെന്റ് ഡോട്ട് ക്യൂറി സെലക്ടർ, അതിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സിൽ ഹാഷ് ടാഗ് പാസ്വേഡ്. നമുക്ക് പാസ്വേഡും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ബട്ടൺ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻപുട്ട് ഫുള്ളായിട്ടാണ്. ഇതിന്റെ അകത്തുള്ള ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ മാത്രമായിട്ട് നമുക്ക് കിട്ടണം. അതിനെന്താ വഴിയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇപ്പം യൂസർ നെയിം അസൈൻസ് യൂസർ നെയിം അണ്ടർസ്കോർ ഇൻപുട്ട് ഡോട്ട് വാല്യൂ. ഇത്രേ ഉള്ളൂ. ഇത്ര ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. ഇത്ര ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ അകത്തുള്ള വാല്യൂ കിട്ടും. സെയിം തന്നെ പാസ്വേഡിന് നമുക്ക് ചെയ്യാം. പാസ്വേഡ് ഇൻപുട്ട് ഡോട്ട് വാല്യൂ, നമുക്ക് ആ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡ് എന്താണെന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. കറക്റ്റ് യൂസർ നെയിം യൂഷ്വലി ഇങ്ങനെ അല്ല കേട്ടോ പ്രൊഡക്ഷൻ സിസ്റ്റം ഒന്നും ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഡെമോ ചെയ്യണോണ്ടാണ് ഈ രീതിയിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ കറക്റ്റ് യൂസർ നെയിം നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, ജോബിൻ സെൽവനോസ്. അതുപോലെ തന്നെ കറക്റ്റ് പാസ്വേഡ് അസൈൻസ് പൈത്തൺ 1 2 3. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് യൂസർ നെയിം, ഇപ്പോൾ യൂസർ നെയിം അവർ എൻ്റർ ചെയ്തില്ലെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ യൂസർ നെയിം എൻ്റർ ചെയ്യാതെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു, യൂസർ നെയിം നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇപ്പോൾ എറർ വരണത് നോക്കണ്ട, ഞാൻ ജസ്റ്റ് ഇവിടെ കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് എറർ വന്നത്. അപ്പം യൂസർ നെയിം ഈക്വൽ ടു ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ലെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഈ ഡബിൾ കോഡ്സിന്റെ അകത്ത് ഒന്നും ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഒന്നും ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യണതാവുള്ളൂ. അപ്പോൾ ഇതിന്റെ അകത്ത് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നോക്കാം, യൂസർ നെയിമിന്റെ അകത്ത് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടല്ലോ, ആൾറെഡി മെസ്സേജ്, ഇത് അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരിതാണ്. അപ്പൊ ഈ ഒരു എലമെന്റിനെ നമുക്ക് കോഡ് വെച്ച് സെലക്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഇൻപുട്ട് എടുത്തതുപോലെ തന്നെ മെസ്സേജിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി മെസ്സേജ് അസൈൻസ് ഡോക്യുമെന്റ് ഡോട്ട് ക്യൂറി സെലക്ടർ, അതിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഹാഷ് ടാഗിൽ മെസ്സേജ്, കാരണം മെസ്സേജിൻ്റെ ID മെസ്സേജ് എന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. ഇനി ഇഫ് കേസിൻ്റെ അകത്ത് നമുക്ക് മെസ്സേജ് ഡോട്ട് ഇന്നർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഇന്നർ ടെസ്റ്റ് ഇത് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജിന്റെ അകത്ത് നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ഇവിടെ ആഡ് ചെയ്ത് നോക്കിയില്ലേ മെസ്സേജിൽ, ഇപ്പോൾ ഹലോ എന്ന് ഇവിടെ ആഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റീലോഡ് ചെയ്താൽ ഇവിടെ ഹലോ വരും, കണ്ടില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കോഡ് യൂസ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഡബിൾ കോഡ്സിന്റെ അകത്ത് എൻ്റർ ചെയ്യാം. പ്ലീസ് എൻ്റർ യുവർ യൂസർ നെയിം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്തു പേജ്. യൂസർ നെയിം എൻ്റർ ചെയ്യാതെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു എറർ വന്നു. എററിന് കാരണം ഇവിടെ ഒരു എന്നൊന്ന് ഇതിൻ്റെ അകത്ത് ഇട്ടാൽ മതി. ഇത് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ ഇതിൻ്റെ അകത്തൊരു എന്നൊരു വേരിയബിളും കൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ എറർ പൊക്കോളും. എന്താണെന്ന് നിങ്ങൾ ആ ഒരു വെബ് ഡിസൈനിങ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യം മനസ്സിലാവും. കാരണം അതിൽ കൃത്യം പറയണുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ള വാല്യൂ വരണേന്നൊക്കെ അവിടെ പറയണുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ആ എറർ വരാതിരിക്കുക. അതിൻ്റെ അകത്തൊരു എന്നൊരു വേരിയബിൾ വരുന്നുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കും അറിയാലോ ആൾറെഡി ഇത് ഫംഗ്ഷൻ ആണെന്നും. ഇപ്പോൾ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് ഒരു വേരിയബിൾ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് എന്നൊരു വാല്യൂ
അവിടെ നിന്ന് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, റീലോഡ് ചെയ്തു, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. കണ്ടില്ലേ, പ്ലീസ് എൻ്റർ യുവർ യൂസർ നെയിം. സെയിം സാധനം നമുക്ക് പാസ്വേഡിലും കൂടെ സെറ്റപ്പ് ചെയ്താലോ. ഇവിടെ എൽസ്, അതിൻ്റെ അകത്തൊരു ഇഫ് ഇട്ടിട്ട്, അവിടെ ഇഫിന് ഇങ്ങനെ ഇടണമെന്നില്ല കേട്ടോ, ഇഫ് കേസ് ഇട്ടിട്ട് പാസ്വേഡും എൻ്റർ ചെയ്തിട്ടില്ലേ എന്ന് നോക്കാം. ഓക്കെ, പാസ്വേഡും എൻ്റർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഡോട്ട് ഇന്നർ ടെസ്റ്റ് എന്നുള്ളത് ഇങ്ങനെ സെറ്റാക്കാം. മെസ്സേജ് ഡോട്ട് ഇന്നർ ടെസ്റ്റ് പ്ലീസ് എൻ്റർ യുവർ പാസ്വേഡ് എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇഫിൻ്റെ അകത്താണ്. ഓക്കെ, ഇനി ഒന്ന് റീലോഡ് ചെയ്യാം. യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടില്ല. യൂസർ നെയിം എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, രണ്ടും ചെയ്തപ്പോൾ ഇത് മാറണമില്ല, അത് മാറുകയും ചെയ്യണമല്ലോ. ഇനി നമുക്കിവിടെ പാസ്വേഡ് കമ്പയർ ചെയ്യാം, പാസ്വേഡും യൂസർ നെയിമും കമ്പയർ ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഇതിൻ്റെ ഒരു എൽസ് കേസ് വരുന്നു, ഇഫിൻ്റെ എൽസ് കേസ് വരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് അടുത്തൊരു ഇഫ് എഴുതുന്നു. അവിടെ നമ്മൾ യൂസർ നെയിം കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു. യൂസർ നെയിം ഈക്വൽസ് കറക്റ്റ് യൂസർ നെയിം അല്ലേ, കറക്റ്റ് യൂസർ നെയിം. കറക്റ്റ് യൂസർ നെയിം നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ റെക്കമെൻഡേഷൻ ഒക്കെ വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺ വരെ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. ഇഫ് കറക്റ്റ് യൂസർ നെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പാസ്വേഡ് ചെക്ക് ചെയ്യണം. അല്ല കറക്റ്റ് യൂസർ നെയിം അല്ലെന്നുണ്ടെങ്കിലോ നമ്മൾ അതിന് മെസ്സേജ് വീണ്ടും കൊടുക്കണം. മെസ്സേജ് ഡോട്ട് ഇന്നർ ടെസ്റ്റ് എന്നുള്ളത് കൊടുത്തിട്ട് യൂസർ നെയിം ഈസ് ഇൻകറക്റ്റ്, യൂസർ നെയിം ഈസ് ഇൻകറക്റ്റ്. അതുപോലെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പാസ്വേഡുമായിട്ട് കമ്പയർ ചെയ്യണം. പാസ്വേഡ് ഈക്വൽ ടു കറക്റ്റ് പാസ്വേഡ്. ഓക്കെ, കറക്റ്റ് പാസ്വേഡ് ആണോ എന്ന് നോക്കുന്നു. കറക്റ്റ് പാസ്വേഡ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം മെസ്സേജ് ഡോട്ട് ഇന്നർ ടെസ്റ്റ് പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ്. അതുപോലെ തന്നെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഇത് തന്നെ യൂസ് ചെയ്യാം. മെസ്സേജ് ഡോട്ട് ഇന്നർ ടെസ്റ്റ് അവിടെ നമുക്ക് സക്സസ്ഫുൾ ലോഗിൻ എന്ന് കൊടുക്കാം, സക്സസ്ഫുൾ ലോഗിൻ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് പച്ച കളർ ആക്കാം. അതിനുവേണ്ടി മെസ്സേജ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് കളർ അസൈൻസ് ജസ്റ്റ് ഇങ്ങനെ ഗ്രീൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ജോബിൻ സെല്വനോസ്. അതുപോലെ തന്നെ പാസ്വേഡ് പ്രോപ്പറായി ടൈപ്പ് ചെയ്തു, പൈത്തൺ 1 2 3. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. പേജ് റീലോഡ് ചെയ്തില്ല. ഓക്കെ, പേജ് റീലോഡ് ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. ജോബിൻ സെല്വനോസ് പൈത്തൺ 1 2 3. ഓക്കെ, സക്സസ്ഫുള്ളി ലോഗിൻ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യണുണ്ട്. ഇനി നമുക്കൊരു പാസ്വേഡ് തെറ്റിച്ചടിക്കാം. പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ്, പക്ഷെ അത് പച്ച കളറിലാണ് വന്നിട്ടുള്ളത്. അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് തിരിച്ച് ഈ കോഡിലോട്ട് വരാം. എവിടെയെല്ലാം ഈ എറർ മെസ്സേജ് വരുന്നുണ്ട് അവിടെയെല്ലാം നമുക്ക് ഈ മെസ്സേജ് ഡോട്ട് സ്റ്റൈല് ഡോട്ട് കളർ എന്നുള്ളത് ആഡ് ചെയ്തിട്ട് അവിടെ റെഡ് എന്നാക്കാം. ഓക്കെ, അപ്പോൾ എറർ മെസ്സേജ് എപ്പം വന്നാലും റെഡ് കളറിലേ വരൂ എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് നമുക്ക് എത്തിക്കാം. ഓക്കെ, ഇവിടെ എല്ലാം റെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് റീലോഡ് ചെയ്തിട്ട് തെറ്റടിച്ച് നോക്കിയേ, റെഡ് വരുന്നുണ്ട്. ഇനി കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് തെറ്റടിച്ച് നോക്കാം. ഓക്കെ, കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇൻകറക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ റെഡ് വരുന്നുണ്ട്. പെർഫെക്റ്റ്ലി നമ്മൾ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് എങ്ങനെ ലിങ്ക് ആയിട്ട് അയച്ചു കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ബേസിക്കലി നമ്മൾ VS Code .devൽ എന്ത് ചേഞ്ച് വരുത്തിയിട്ട് കൺട്രോളേഴ്സ് നെക്കിയാലും നമ്മൾ നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിലുള്ള ഈ ഫയലിൽ അപ്ഡേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അഥവാ നിങ്ങൾക്ക് അങ്ങനെ അപ്ഡേറ്റ് ആവണില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഫയലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഗിറ്റ്ഹബ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ലിങ്ക് വരും. ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരാം. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഗിറ്റ്ഹബിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈൻ അപ്പ് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് എൻ്റെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുകയാണ്. എന്തിനാണ് ഗിറ്റ്ഹബ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കോഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് പ്രൈവറ്റ് ആയിട്ടും സ്റ്റോർ ചെയ്യാം, പബ്ലിക് ആയിട്ടും സ്റ്റോർ ചെയ്യാം. അത് മാത്രമല്ല നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വെബ്സൈറ്റ് ഒരുപാട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതിപ്പം വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ലിങ്ക് ആക്കണ്ടേ. അതാണ് ആക്ച്വലി ഹോസ്റ്റിംഗ്. ഫുൾ ടൈം റൺ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ വരെയിലുണ്ട്. അതിൽ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുകയും അവരൊരു ലിങ്ക് തരികയും ചെയ്യുന്നു. അത്രേ ഉള്ളൂ ബേസിക്കലി. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ലോഗിൻ ചെയ്ത് വരുമ്പോൾ തന്നെ ടോപ്പ് റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഇവിടെ ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ന്യൂവിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ റെപ്പോസിറ്ററി നെയിം എന്ന് കാണിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് പൈത്തൺ ലോഗിൻ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചൂസ് വിസിബിലിറ്റി ഉണ്ട്. പബ്ലിക് കൊടുക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് കൊടുക്കാം. പബ്ലിക് കൊടുക്കണമായിരിക്കും ബെറ്റർ. കാരണം ഫ്രീ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ആണെങ്കിൽ മാത്രമേ ഹോസ്റ്റിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം താഴോട്ട് വരാം, ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചൂസ് യുവർ ഫയൽ കൊടുക്കുക. പൈത്തൺ ട്യൂട്ടോറിയലിന്റെ അകത്ത് നമുക്കിപ്പോൾ ഡൗൺലോഡ്സിന്റെ അകത്ത് പൈത്തൺ ലോഗിന്റെ അകത്ത് index.html എന്ന് പറഞ്ഞ ഫയൽ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്കിത് ക്രിയേറ്റ് ആവണതാണ്. ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഇടാം, പക്ഷെ ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നില്ല. കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു
ഫയൽ ഇവിടെ വന്ന് കിടക്കണതാണ്, നമ്മളെ തന്നെ ഫയലാണ്. ഇനി സെറ്റിംഗ്സിലോട്ട് പോവാം. സെറ്റിംഗ്സിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. പേജസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബിൽഡ് ആൻഡ് ഡിപ്ലോയ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെയൊക്കെ താഴെ വരികയാണെങ്കിൽ ബ്രാഞ്ചിൽ നൺ എന്ന് കിടപ്പുണ്ട്. അത് മാറ്റി മെയിൻ എന്നാക്കുക, സേവ് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു ഡൊമെയിൻ ഉണ്ട്. ഇപ്പം എന്റെ ഡൊമെയിൻ ഇപ്പം jobinsalvanos.com എന്നാണ്. ഇതുപോലെ നിങ്ങൾക്കൊരു ഡൊമെയിൻ ആക്ച്വലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കണക്ട് ചെയ്യാനുള്ള വഴി ഇവിടെ ഉണ്ട്. ഇനി നമുക്കിത് ഹോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇനിയിപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും, പെൻഡിങ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയ പെൻഡിങ് എന്നുള്ള മാറി പച്ച കളറിലായിക്കോളും. ഇതിപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണതും ഹോസ്റ്റിംഗ് ആയി കംപ്ലീറ്റ് ആവും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഹോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടിക്ക് വന്ന് കിടക്കണതാണ്. ഇനി നമുക്ക് നേരെ തിരിച്ച് സെറ്റിംഗ്സിലോട്ട് വേണമെങ്കിൽ പോവാം. ഇവിടെ പേജസ് ഉണ്ട്, പേജസിന്റെ ഇവിടെ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് സൈറ്റ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ് റെഡി ആയി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സക്സസ്ഫുള്ളി ലോഗിൻ. നിങ്ങൾ ഇതിൽ ഇനി ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം. രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ വേറെ പേജ് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി ഓരോ ടോപ്പിക് പഠിക്കേണ്ടി വരും. നമ്മൾ ഇതുവരെ പഠിച്ചു വന്നില്ലേ മെത്തേഡ്. ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനുവേണ്ടി ഓരോ ടോപ്പിക് പഠിക്കും. അതുപോലെ നിങ്ങൾ ഇനി വെബ് ഡിസൈനിങ് ചലഞ്ചും അതുപോലെ തന്നെ 100K കോഡിംഗ് ചലഞ്ചിനെ പറ്റി നമ്മൾ ആൾറെഡി പറഞ്ഞായിരുന്നു. കൂടുതൽ കോർ കൺസെപ്റ്റ് കോഡിങ്ങിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാനേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്ത് മനസ്സിലാക്കി ഈ ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുക, കൂടുതൽ ഫീച്ചേഴ്സ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നും കംപ്ലീറ്റഡ് എന്ന് വന്ന് കമന്റ് ചെയ്തോ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത ഈ പൈത്തൺ പ്രൊജക്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ട് നമ്മളെ ടാഗ് ചെയ്യാം. നമുക്കും അത് കാണാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ആൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ IT ഫീൽഡിലോട്ട് എടുത്ത് വെക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. അപ്പൊ കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മളെ തന്നെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലിപ്പോ സൈബർ സെക്യൂരിറ്റി, വെബ് ഡെവലപ്മെന്റ്, ഗെയിം ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒരുപാട് ടെക്നോളജീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീഡിയോ കൊണ്ട് പഠിക്കുന്ന രീതിയിൽ നമ്മൾ ആ പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് ചെയ്തിട്ട് അതിലുള്ള വീഡിയോസ് ഓരോന്നും കണ്ട് പഠിച്ചോ. അപ്പൊ ഈ വീഡിയോ സീരീസ് ഇതുവരെ കണ്ടിരുന്ന എല്ലാവരും ഇനി ഒരു വർഷവും കൂടെ കഴിയുമ്പോൾ നിങ്ങളൊരു നല്ലൊരു IT കരിയറിൽ നല്ല ഹൈ ഇൻകം സാലറിയോടെ ഇരിക്കാൻ കഴിയട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഈ സീരീസ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ അടുത്തൊരു സീരീസിലോ ടെക് വീഡിയോസിലോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's me, Jobin Salvanos, signing out.